ഹലോ ഫ്രണ്ട്സ്, ഇത് ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ആണ്. ഞങ്ങളുടെ സ്കോളിലോട്ടുള്ള രണ്ടാമത്തെ EV സ്കൂട്ടറാണ്. ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് ഒലാടെ S1 Pro ആണ്. അതൊരു 2.5 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സിമ്പിൾ നടക്കാനുള്ള കാരണങ്ങളും ഇതിൻ്റെ ഫസ്റ്റ് യൂസിൽ തോന്നിയ കുറച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും. കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് യൂസർ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പറയേണ്ടത് അതിൻ്റെ ലുക്ക് തന്നെയാണ്. കംപ്ലീറ്റ്ലി ഒരു സ്പോർട്ടി ഡിസൈനിലാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഏതൊരു പോലെ തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ലുക്ക് കംപ്ലീറ്റ്ലി അടിപൊളിയാണ്. വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയും അടിപൊളിയാണ്. ഏകദേശം 138 കിലോളം വണ്ടിക്ക് വെയിറ്റ് വരുന്നുണ്ട്. 242 കമ്പനി റേഞ്ച് പറയുന്നത്. മര്യാദ ഓടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പോലെ ഒരു 180 മുകളിൽ റേഞ്ച് കിട്ടും. ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് അത്ര പോരാ, പക്ഷേ റിയർ ബ്രേക്ക് കമ്പൈൻഡ് സിസ്റ്റം കൊടുത്തിട്ടുള്ളതുകൊണ്ട് റിയർ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് വീലും ബാക്ക് വീലും ഒരേപോലെ ബ്രേക്കിംഗ് ആവും. അത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൽ നോർമലി സ്കൂട്ടറിൻ്റെ ടൈപ്പ് കീ വരുന്നത് കൊണ്ട് നമുക്ക് വണ്ടി എന്തെങ്കിലും അത്യാവശ്യത്തിന് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. പിൻകോഡ് അടിച്ച് ടൈം കളയേണ്ട വരുന്നില്ല. സ്പോർട്ടി ഡിസൈൻ പോലെ ഇവിടെ ഒരു കിൽ സ്വിച്ചും വരുന്നുണ്ട്. പിന്നെ മറ്റ് ഇലക്ട്രിക് സ്കൂട്ടറിനായാലും കുറച്ചുകൂടെ വീതി കൂടിയ ബെൽറ്റാണ് ഇതിന് വരുന്നത്. ഇതിൽ മറ്റുള്ള സ്കൂട്ടറുകളെ അപേക്ഷിച്ച് 2 ബാറ്ററി വരുന്നുണ്ട്. 3.7 കിലോ വാട്ടിൻ്റെ ഒരു ഫിക്സഡ് ബാറ്ററിയും 1.7 കിലോ വാട്ടിൻ്റെ ഒരു പോർട്ടബിൾ ബാറ്ററിയാണ് വരുന്നത്. പോർട്ടബിൾ ബാറ്ററി വണ്ടിയുടെ ബൂട്ടിലാണ് ഇരിക്കുന്നത്. അത് നമുക്ക് ആവശ്യാനുസരണം വീടിൻ്റെ അകത്ത് കൊണ്ടുപോയി ചാർജ് ചെയ്യാം. കറൻറ്റ് ഇതിൻ്റെ ചാർജർ ഇറങ്ങിയിട്ടില്ല. ഒരു 1 മന്തിനുള്ളിൽ ചാർജർ വരുമെന്നാണ് പറയുന്നത് കമ്പനി. പോർട്ടബിൾ ബാറ്ററി എക്കോ മോഡിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അറൗണ്ട് ഒരു 55 കിലോമീറ്ററോളം റേഞ്ച് കിട്ടും. വണ്ടിയിൽ 4 റൈഡിംഗ് മോഡുകൾ വരുന്നുണ്ട്. 4 റൈഡിംഗ് മോഡുകളിൽ നമ്മൾ സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ റൈഡിംഗ് മോഡിലും എത്ര കിലോമീറ്റർ പോകുന്നു കാണിക്കും. പിന്നെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് ഇത്ര ശതമാനം ആകുമ്പോഴത്തേക്ക് സോണിക്ക് വർക്ക് ചെയ്യില്ല നിൽക്കും. പിന്നീട് 3 മോഡുകളെ വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെയും ചാർജ് കുറയുമ്പോഴത്തേക്ക് റൈഡും എക്കോയും മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. മെയിൻ ബാറ്ററിയുടെ ചാർജ് കംപ്ലീറ്റ് തീർന്ന് കഴിയുമ്പോഴത്തേക്ക് പോർട്ടബിൾ ബാറ്ററിയിൽ സ്വിച്ച് ആവും. പോർട്ടബിൾ ബാറ്ററിയിൽ എക്കോ മോഡ് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഏകദേശം ഒരു 50-55 കിലോമീറ്റർ റേഞ്ച് കിട്ടും. മാക്സിമം ഒരു 55 കിലോമീറ്റർ സ്പീഡ് വരെ പോകും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കയറ്റങ്ങളും കയറുന്നുണ്ട്. 2 ബാറ്ററിയുടെയും ചാർജ് സെപ്പറേറ്റ് കാണിക്കും. പിന്നെ ഇതിൻ്റെ മോണിറ്ററിൽ ടയർ പ്രഷറും കാണിക്കും. ഇതിൻ്റെ ഫ്രണ്ട് ഷോക്ക് ഓക്കെയാണ്, പക്ഷേ റിയർ ഷോക്ക് കിഡിലായിട്ടാണ് കമ്പനി ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ അടിപൊളിയാണ്. നിങ്ങൾക്കൊരു EV എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. പിന്നെ ഇതിലൊരു കിഡിലൻ ഫീച്ചറാണ്. മൈൽഡ് രീതിയിൽ വണ്ടി വെയിറ്റ് ബാലൻസ് ചെയ്യും. ബാക്കിൽ ഒരാൾ കയറുന്ന ടൈമിൽ വണ്ടി സൈഡിലോട്ട് ചരിഞ്ഞ് പോകുന്ന രീതിയോ നമുക്ക് വണ്ടിയിൽ വെയിറ്റോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. എനിക്കിതിൽ മെയിൻ പോരായ്മയായിട്ട് ഇതിൻ്റെ ചാർജറിൻ്റെ പോർട്ടിന് അഡീഷണൽ കവർ കൊടുത്തിട്ടില്ല. ഉള്ള കവറാണെങ്കിൽ ചീപ്പ് ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ വണ്ടിയിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. വീട്ടിൽ ചാർജ് ചെയ്യാനാണെങ്കിലും 3.5 മണിക്കൂർ കൊണ്ട് 80% ചാർജ് ആകും.